ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. പിഴവില്ലാത്ത കേസന്വേഷണം, പിടിമുറുക്കി ശാസ്ത്രീയ തെളിവ്. പാറശാല ഷാരോൺ വധക്കേസിൽ നിർണായകമായത് ശാസ്ത്രീയ തെളിവുകൾ. കുറ്റകൃത്യത്തിനു ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ പോലീസ് നടത്തിയ പിഴവില്ലാത്ത അന്വേഷണവും പ്രോസിക്യൂഷന്റെ കൃത്യതയുള്ള വാദങ്ങളുമാണ് ഒന്നാം പ്രതിയായ ഗ്രീഷ്മയെ കുടുക്കിയത്. കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് മാത്രമാണ് നേരിട്ട് പങ്കെന്നും സംഭവശേഷം തെളിവ് നശിപ്പിക്കാൻ അമ്മയും അമ്മാവനും കൂട്ടുനിന്നുവെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കീടനാശിനിയുണ്ടാക്കിയ വ്രണങ്ങൾ കഷായത്തിൽ കലർത്തി നൽകിയ കീടനാശിനി ഉള്ളിൽ ചെന്നാണു ഷാരോൺ മരിച്ചതെങ്കിലും പോലീസ് അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നില്ല. ചികിത്സയുടെ ഭാഗമായി 3 തവണ ഡയാലിസിസ് ചെയ്തതോടെയാണ് വിഷത്തിന്റെ അംശം കണ്ടെത്താനാകാത്ത സ്ഥിതി വന്നത്. ഷാരോണിന്റെ വായിലും ശ്വാസകോശത്തിലും വൃക്കയിലുമുണ്ടായ വ്രണങ്ങൾ പോലീസ് തെളിവായി ശേഖരിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച കീടനാശിനി ശരീരത്തിനുള്ളിൽ എത്തിയാലുണ്ടാകുന്ന ലക്ഷണങ്ങളെല്ലാം ഈ വ്രണങ്ങളിലുമുണ്ടെന്നു വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെ തെളിയിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്കുള്ള പങ്ക് തെളിയിക്കുന്നതിൽ ഇവ നിർണായകമായി. 2022 ഓഗസ്റ്റ് 22-നാണ് ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ആദ്യ ശ്രമം നടത്തിയത്. ജ്യൂസിൽ 50 പാരസെറ്റമോൾ ഗുളികകൾ കലർത്തി നൽകിയെങ്കിലും കയ്പ് മൂലം ഷാരോൺ കുടിച്ചില്ല. അതേ വർഷം ഒക്ടോബർ 14-നാണ് കഷായത്തിൽ കീടനാശിനി കലർത്തിയത്. വിഷം കലർത്തി നൽകുന്നതിന്റെ വിശദാംശങ്ങൾ 2 ദിവസങ്ങളിലും രാവിലെ ഗ്രീഷ്മ യൂട്യൂബിൽ പരതി. പെട്ടെന്ന് മരണം സംഭവിക്കാതെ സാവധാനം ശരീരത്തിൽ വിഷം കലർന്ന് മരിക്കുന്നതിന്റെ രീതികളും കീടനാശിനി കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും തിരഞ്ഞു. വീട്ടിലെത്തിക്കാൻ പ്രലോഭനം സംഭവത്തിന് തലേന്ന് രാത്രി ഷാരോണുമായി ഗ്രീഷ്മ ദീർഘനേരം ഫോണിൽ സംസാരിച്ചു. പിറ്റേന്ന് വീട്ടിലേക്ക് വരാൻ പ്രലോഭിപ്പിച്ചു. പൊളിഞ്ഞ കഷായക്കഥ തന്റെ നടുവേദന മാറാനാണു കഷായം വാങ്ങിയതെന്നായിരുന്നു ഷാരോണിന്റെ സഹോദരനോടും പോലീസിനോടും ഗ്രീഷ്മ ആദ്യം പറഞ്ഞിരുന്നത്. ബന്ധുവായ ഫിസിയോതെറപ്പിസ്റ്റ് പ്രശാന്തിനി അവരുടെ സുഹൃത്തായ ഡോക്ടറുടെ കുറിപ്പടി ഉപയോഗിച്ച് നൽകിയതാണെന്നും പറഞ്ഞു. എന്നാൽ അങ്ങനെയൊരു കുറിപ്പടി ആർക്കും നൽകിയിട്ടില്ലെന്ന് ഡോക്ടർ മൊഴി നൽകി. കഷായം വാങ്ങി ഗ്രീഷ്മയ്ക്ക് നൽകിയിട്ടില്ലെന്ന് പ്രശാന്തിനിയും പറഞ്ഞു. ഗ്രീഷ്മ പറയുന്ന കഷായം ഏറെ നാളായി വിൽപ്പനയ്ക്കെത്തിയിട്ടില്ലെന്ന് മരുന്ന് കടയുടമ കൂടി മൊഴി നൽകിയതോടെ കഷായത്തെക്കുറിച്ചുള്ള കള്ളക്കഥ പൊളിഞ്ഞു. പ്രശാന്തിനിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് കേൾപ്പിച്ചതോടെ അതുവരെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് ആവർത്തിച്ചിരുന്ന ഗ്രീഷ്മ സത്യം പറഞ്ഞു തുടങ്ങി. തെളിവായി കീടനാശിനി കഷായത്തിൽ കലക്കാൻ ഉപയോഗിച്ച കീടനാശിനി കുപ്പിയിലെ സ്റ്റിക്കർ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കീടനാശിനി കുപ്പി അമ്മയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതെന്ന വാദം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. ഇതു സംബന്ധിച്ച തെളിവുകളോ കുറ്റസമ്മത മൊഴികളോ ലഭിക്കാത്തതാണ് കാരണം. ഗ്രീഷ്മയുടെ വീടിന് സമീപമുള്ള രാമവർമ്മൻ ചിറയിൽ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുപ്പി ഒളിപ്പിച്ചത് അയാളെ കൊണ്ടുവന്ന പോലീസ് കണ്ടെടുത്തു. നിർമ്മലകുമാരൻ കീടനാശിനി വാങ്ങിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. മരണമൊഴി ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നു കഷായം കുടിച്ച ശേഷമാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായതെന്ന് മജിസ്ട്രേറ്റിന് ഷാരോൺ മരണമൊഴി നൽകി. അച്ഛൻ ജയരാജനോടും ഇക്കാര്യം ഷാരോൺ വെളിപ്പെടുത്തി. നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരു മരണം, ഒട്ടേറെ പേർക്ക് പരുക്ക്. അപകടത്തിൽപ്പെട്ടത് മൂന്നാറിലേക്ക് പോവുകയായിരുന്ന സംഘം. തിരുവനന്തപുരം നെടുമങ്ങാട് പഴകുറ്റി വെമ്പായം റോഡിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരുക്ക്. കാവല്ലൂർ സ്വദേശിനി ദാസിനി 60 ആണ് മരിച്ചത്. ഇരിഞ്ചയം പടിക്കെട്ട് മാമൂടിന് സമീപത്തെ കേയാടുംവളവിൽ ഇന്നലെ രാത്രി 10:20ഓടെ അപകടമുണ്ടായത്. 49 പേർ ബസ്സിലുണ്ടായിരുന്നതായാണ് വിവരം. സാരമായ പരിക്കേറ്റ 20 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശേഷിച്ചവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി, കന്യാകുളങ്ങര ആശുപത്രി എന്നിവിടങ്ങളിലും പ്രവേശിപ്പിച്ചു. 4 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ്സിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒറ്റശേഖരമംഗലം പഴഞ്ഞിപ്പാറയിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാർ, ഫയർഫോഴ്സ്, പെയാലീസ് എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അമിത വേഗത്തിലായിരുന്നു ബസ് എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മന്ത്രിമാരായ GR അനിൽ, വീണ ജോർജ് എന്നിവർ പരിക്കേറ്റവരുടെ ചികിത്സ നൽകുന്നതിന് ആശുപത്രികൾക്ക് അടിയന്തര നിർദ്ദേശം നൽകി. ഇരിഞ്ചയവും സമീപ പ്രദേശങ്ങളും സ്ഥിരം അപകട മേഖലയാണ്. മണ്ണമാന്തി യന്ത്രം ഉപയോഗിച്ച് ബസ് ഉയർത്തി. ബോബി ചെമ്മണ്ണൂർ വിവാദം DIGയും സൂപ്രണ്ടും വഴിവിട്ട് സഹായിച്ചു. നടപടിക്ക് ശുപാർശ. തിരുവനന്തപുരം ബോബി ചെമ്മണ്ണൂരിന് എറണാകുളം ജില്ലാ ജയിലിൽ മധ്യമേഖലാ ജയിൽ DIGP അജയകുമാറും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമും വഴിവിട്ട് സഹായം ചെയ്തെന്നു ജയിൽ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നു ഹെഡ്ക്വാർട്ടേഴ്സ് DIG MK വിനോദ്കുമാർ ശുപാർശ ചെയ്തെന്നാണ് വിവരം. ഇന്ന് ജയിൽ വകുപ്പ് മേധാവിക്കു നൽകുന്ന ഈ റിപ്പോർട്ട് ഇന്നുതന്നെ ആഭ്യന്തര സെക്രട്ടറിക്കു കൈമാറും. അപേക്ഷ നൽകാതെയും ഗേറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയും സന്ദർശകരെ അകത്തു പ്രവേശിപ്പിച്ചു. തടവുകാരന് ചട്ടവിരുദ്ധമായി നേരിട്ട് പണം കൈമാറി. ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തി. സൂപ്രണ്ടിന്റെ മുറിയിൽ തടവുകാരന് ശുചിമുറി സൗകര്യം നൽകി എന്നിവയാണ് ഇരുവർക്കുമെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ. DIG എത്തിയത് ബോബി ചെമ്മണ്ണൂരിന്റെ കാറിലാണെന്നും കണ്ടെത്തി. ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരാൾ തൃശൂരിലെ പവർ ബ്രോക്കർ. ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും DIGക്കെതിരെ മൊഴി നൽകി. മേലുദ്യോഗസ്ഥനെതിരെ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് നിലപാടെടുത്ത സൂപ്രണ്ട് അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്.
CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സൂപ്രണ്ട് അറിയിച്ചതെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സ് DIGയുടെ പരിശോധനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. തൊട്ടടുത്തുള്ള വനിതാ ജയിലിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ നിന്ന് കാറിൽ മധ്യമേഖലാ ജയിൽ DIGയും സംഘവും വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും ലഭിച്ചു. കരിമ്പാടം കണ്ണീർപ്പാടമായി കൊല്ലപ്പെട്ടവർക്ക് നാടിന്റെ വിട. പറവൂർ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾക്ക് അരികിൽ പൊട്ടിക്കരഞ്ഞ നിധിയുടെ കണ്ണീരിൽ നടുക്കം വിട്ടുമാറാത്ത നാട് വീണ്ടും ഉലഞ്ഞു. വിനീഷയുടെ മക്കൾ അമ്മയെ വിളിച്ച് കരഞ്ഞപ്പോൾ കണ്ടുനിന്നവരുടെ ഉള്ളുപൊള്ളി. ചേന്ദമംഗലം പേരേപ്പാടത്തെ കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടമായ കാട്ടിപ്പറമ്പിൽ വേണു 69, ഉഷ 62 എന്നിവരുടെ രണ്ടാമത്തെ മകളാണ് നിധ. മൂത്ത മകൾ വിനീഷയും 32 കൊല്ലപ്പെട്ടിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൂവരുടെയും സംസ്കാരം നടത്തി. ഉഷയുടെ സഹോദരി കുമാരിയുടെ കരിമ്പാടത്തെ വീട്ടിലാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനു വെച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അയൽവാസി കണിയാപറമ്പിൽ ഋതു ഇവരുടെ വീട്ടിലെത്തി ബൈക്കിന്റെ ഷോക്ക് അബ്സോർബർ കൊണ്ട് മൂവരെയും കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് അപകടനില തരണം ചെയ്തിട്ടില്ല. തലയോട്ടി പൊട്ടിയ ജിതിന് ആസ്റ്റർ മെഡ്സിറ്റിയിൽ ശസ്ത്രക്രിയ നടത്തി. ഇപ്പോൾ ന്യൂറോ സർജിക്കൽ ICUവിലാണ്. വെന്റിലേറ്ററിന്റെ സഹായമുണ്ട്. അച്ഛനെയും അമ്മയെയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും ആക്രമിക്കുന്നത് കണ്ട വിനീഷയുടെ മക്കൾ ആരാധികയുടെയും അവനിയുടെയും കണ്ണിൽ ഭയമാണ്. അമ്മയ്ക്ക് മക്കൾ അന്ത്യചുംബനം നൽകുന്ന കാഴ്ച എല്ലാവരെയും നൊമ്പരപ്പെടുത്തി. വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കെട്ടിപ്പിടിച്ച് കുട്ടികൾ കരഞ്ഞപ്പോൾ സതീശന്റെ കണ്ണുകളും നിറഞ്ഞു. മുൻമന്ത്രി S ശർമ്മയും മറ്റു ജനപ്രതിനിധികളും വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇസ്രയേൽ സുരക്ഷാകാര്യ മന്ത്രിസഭ. സമ്പൂർണ്ണ മന്ത്രിസഭാ തീരുമാനം ഉടൻ. ടെൽ അവീവ്, ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സുരക്ഷാകാര്യ മന്ത്രിസഭയുടെ അംഗീകാരം. 11 അംഗ മന്ത്രിസഭ വോട്ടെടുപ്പിലൂടെയാണ് കരാറിന് അംഗീകാരം നൽകിയത്. ഇതേ തുടർന്ന് കരാർ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടു. 33 അംഗ മന്ത്രിസഭയുടെ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് വിവരം. മന്ത്രിസഭാ യോഗം അനുമതി നൽകിയാൽ ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. കരാറിന് അംഗീകാരം ലഭിക്കുന്നതോടെ 15 മാസം നീണ്ട യുദ്ധത്തിനാണ് വിരാമമാകുന്നത്. വെടിനിർത്തൽ കരാറ് നടപ്പാക്കുന്നതിനെതിരെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത പ്രതിഷേധം നെതന്യാഹു നേരിട്ടിരുന്നു. ഇസ്രയേല് പ്രധാനമന്ത്രി അധികാരത്തില് തുടരാന് ശ്രമിക്കുകയാണെന്നും ഇസ്രയേല് വെടിനിർത്തലിന് അനുമതി നൽകിയാല് സർക്കാർ വിടുമെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമര് ബെനഗ്വീർ ഭീഷണി മുഴക്കിയിരുന്നു. കരാറിനെ അനുകൂലിക്കരുതെന്ന് മന്ത്രിസഭായോഗത്തിനു മുൻപായി ഗ്വീർ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രയേല് അതിർത്തി കടന്നുള്ള ഹമാസിന്റെ ആക്രമണത്തിൽ 1200 പേര് കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധത്തിന് തുടക്കമായത്. 46,000-ലേറെ പലസ്തീൻ പൗരന്മാരുടെ ജീവനെടുത്തുള്ള ആക്രമണത്തിലൂടെയായിരുന്നു ഇസ്രയേല് ഇതിനോട് പ്രതികരിച്ചത്. വെടിനിർത്തല് പ്രഖ്യാപനത്തിനു ശേഷവും ഇസ്രയേല് കഴിഞ്ഞ ദിവസം ഗാസയില് കടുത്ത ആക്രമണം നടത്തുകയും 80ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 37.16 കോടി ചെലവ്. 3 കൊടും വളവുകൾ കൂടെ നിവരും. വീതി കൂടും. താമരശ്ശേരി ചുരത്തിൽ ഇനി അതിവേഗത്തിൽ യാത്ര ചെയ്യാം. കോഴിക്കോട് താമരശ്ശേരി ചുരം റോഡിലെ 3 ഹെർപിൻ വളവുകൾ കൂടി വീതി കൂട്ടി നിവർത്തുന്നതിന് ഭരണാനുമതിയായി. കേരള പൊതുമരാമത്ത് വകുപ്പ് ദേശീയ പാത വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ 6, 7, 8 വളവുകളാണ് നവീകരിക്കുക. ഇതിനായി ഇടപെടൽ നൽകിയ എസ്റ്റിമേറ്റ് പ്രകാരം 37.16 കോടി രൂപ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അനുവദിച്ചു. 3, 5 വളവുകളുടെ നവീകരണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. വനഭൂമിയിൽ ഉൾപ്പെടുന്ന ഈ വളവുകൾ സാധിക്കുന്നത്രയും നിവർത്താൻ ആവശ്യമായ മരം മുറിക്കുന്നതിനുള്ള അനുമതിയോടെ വനം വകുപ്പ് ഭൂമി കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ മാനദണ്ഡങ്ങളനുസരിച്ച് പേഡ് ഷോൾഡറുകളോട് കൂടിയാണ് വളവുകൾ വീതി കൂട്ടി നിവർത്തുക. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും പണി നടത്തുക. ടെൻഡർ വിളിച്ച് പണി നടത്തേണ്ട ചുമതല പൂർണ്ണമായും കേരള പൊതുമരാമത്ത് വകുപ്പിനാണ്. പണി പൂർത്തിയാകുന്ന നാൾ മുതൽ 5 വർഷത്തേക്ക് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് നിശ്ചയിച്ചാണ് കരാർ നൽകുക. കരാർ നടപടികൾ നിശ്ചിത സമയത്തിനുള്ളിൽ നടത്തി പണി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് വയനാട് പാതയിൽ തിരക്കേറുന്ന സമയങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് ചുരം റോഡിലെ വളവുകളുടെ വീതിക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൂലമുണ്ടാകുന്നത്. കൂടുതൽ വളവുകൾ വീതി കൂട്ടി നിവർത്തുന്നതോടെ ആ പ്രശ്നത്തിന് കുറേയേറെ പരിഹാരമാകുമെന്നുറപ്പാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കോടഞ്ചേരി നെല്ലിപ്പൊയിൽ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. തിരുവാമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് സ്കൂളിന് SPC യൂണിറ്റ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. തുടർന്ന് കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സാജു എബ്രഹാം SPC യൂണിറ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സ്കൂൾ അധികൃതർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലുള്ള കുട്ടികൾ ചിട്ടയായ ജീവിതത്തിലൂടെ ഉന്നത വിജയത്തിലെത്തിച്ചേരുമെന്ന് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് അഭിപ്രായപ്പെട്ടു. അച്ചടക്കവും മൂല്യബോധവും ഉള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിന് സ്റ്റുഡന്റ് പോലീസ് പദ്ധതിക്ക് സാധിക്കുന്നുവെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ് പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കറുകമാലി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷില്ലി സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരായ സൂസൻ വർഗീസ്, റോസിലി മാത്യു, റിയാനസ്, വനജ വിജയൻ, സിസിലി കോട്ടുപള്ളി,
ഏലിയാമ്മ കണ്ടത്തിൽ, റോസമ്മ കയത്തിങ്കിൽ, PETA പ്രസിഡന്റ് ശ്രീ വിൽസൺ തറപ്പേൽ, MPETA പ്രസിഡന്റ് മഞ്ജു ജോബി, കുമാരി ജിന്ന തെരേസ്, വിനോദ് സ്റ്റാഫ് സെക്രട്ടറി അന്നമ്മ KT, ഷിജി KJ എന്നിവർ സംസാരിച്ചു. പൂവാടൻതോട് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിച്ചു. പൂവാറൻതോട് സെന്റ് മേരീസ് ഇടവക നിർമ്മിച്ച ലളിത മനോഹരമായ ദൈവാലയത്തിന്റെ കൂദാശ കർമ്മം ജനുവരി 16 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 ശേഷം താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ കാർമ്മികത്വത്തിൽ നിർവഹിക്കപ്പെടുകയുണ്ടായി. ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച കൂദാശ കർമ്മത്തിൽ താമരശ്ശേരി രൂപതയുടെ വികാരി ജനറൽ മോൻസി ജോൺ എബ്രഹാം വയലിൽ, കുര്യാക്കോസ് മുഗാലയിൽ എന്നിവർ സഹകർമ്മികളായിരുന്നു. കൂദാശ കർമ്മത്തിന് വിശുദ്ധ കുർബാനയ്ക്കും ശേഷം പൊതുസമ്മേളനം നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിലെ ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വേളാങ്കണ്ണി മാതാ കൺസ്ട്രക്ഷനിലെ ഫ്രാൻസിസ്, മോഡേൺ ആൻഡ് ഇങ്ക് ആർക്കിടെക്റ്റിലെ ഷൈജു ആന്റണി, കൈക്കാരന്മാരായ ജെയിംസ് മംഗലത്ത്, ജോസ് ഉഴുന്നാലില്, ബിജു മൈലാടിയില്, ഷാജു ഇടശ്ശേരി, തങ്കച്ചന് ഇടശ്ശേരി, ജേസന് കാരക്കട, ഡെരീഷ് മാവേലിക്കുന്നേല്, ചാക്കോ കാരക്കുടി, അക്കൗണ്ടന്റ് മാറ്റന് വടക്കേല് എന്നിവരെ ആദരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വികാരി ഫാദർ ജെയിംസ് വള്ളിക്കുന്നേലിനെ ബിഷപ്പ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. കോടഞ്ചേരി വളയത്തിൽ പരേതനായ ജോസഫിന്റെ ഭാര്യ ബ്രിജിത, 94, അന്തരിച്ചു. സംസ്കാരം ഇന്ന് 2025 ജനുവരി 18 ശനിയാഴ്ച രാവിലെ 8 ഭവനത്തിൽ ആരംഭിച്ച് കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ. മക്കൾ പെണ്ണമ്മ, ഏലിയാമ്മ, മേരി, പരേതനായ തങ്കച്ചൻ, ചാക്കോച്ചൻ, സണ്ണി, പരേതനായ ബെന്നി. മരുമക്കൾ മാത്യു കുന്നുംപുറത്ത്, വേനപ്പാറ, ജോസ് വടക്കൻ, കോഴിക്കോട്, കുര്യാച്ചൻ ഇല്ലിക്കൽ, പുത്തൻപുര, പനമരം, ഫിലോമിന ആനത്താനത്ത്, മീനങ്ങാടി, ലിസി ചാക്കോ പല്ലാട്ട്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ലൗലി സണ്ണി ആനുതോട്ടത്തിൽ, ഈരൂട്, ജെസ്സി ബെന്നി കുന്നുമ്മൽ, കാഞ്ഞിരാട്. കോടഞ്ചേരി നെല്ലിപ്പയിൽ പരേതരായ നൂറനാനിക്കൽ ജോൺ മേരി ദമ്പതികളുടെ മകൻ കപ്പൂച്ചിൻ സഭാംഗമായ ബ്രദർ ജോസഫ് ജയപ്രകാശ്, 83, OFM ക്യാപ്റ്റൻ, ഡൽഹിയിൽ അന്തരിച്ചു. 60 വർഷങ്ങളോളമായി ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ മിഷണറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ആശ്രമത്തിൽ നടക്കും. സഹോദരങ്ങൾ നെല്ലിപ്പയിൽ നിവാസികളായ സ്കറിയ നൂറനാനിക്കൽ, ജോയി നൂറനാനിക്കൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.